എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ മുട്ടക്കറി ഉരുളക്കിഴങ്ങ് കറിയൊക്കെ അല്ലേ വെക്കുന്നത്. ഇന്നത്തെ ഒരു ബീട്രൂട്ട് മസാലക്കറി നല്ല കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഈ കറി ഉണ്ടാക്കിയിട്ട് ഞാൻ അത് അപ്പത്തിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചിട്ട് നല്ല രുചിയായിരുന്നു ഈ കറിക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ അപ്പത്തിൻ്റെ കൂടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ചമ്മന്തി ഉണ്ടല്ലോ, നമ്മുടെ ചതച്ച ചമ്മന്തി എനിക്കിഷ്ടം, തേങ്ങാ ചമ്മന്തി. പൊതുവെ അപ്പത്തിൻ്റെ കൂടെ അത് മാത്രമേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടത്തോടുകൂടിയല്ലായിരുന്നു കഴിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ബീട്രൂട്ട് മസാലക്കറി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അപ്പം നിങ്ങളും എന്താ പറയുക, ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാണിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കണക്കാം. നമ്മൾ ബീട്രൂട്ട് മസാലക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങും 2 ബീട്രൂട്ടാണ്. ഇടയ്ക്ക് ഇച്ചിരി കേടായതുകൊണ്ട് വെട്ടി മാറ്റിയതുകൊണ്ട് അങ്ങനെ കാണുന്നത്. ഞാൻ എടുത്തേക്കുന്ന 2 ബീട്രൂട്ടാണ്. ഇത് രണ്ടും കൂടെ ഞാൻ കുക്കറി വെച്ചിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറി വെച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ആവി പറക്കുന്നുണ്ടോ, അതുകൊണ്ട് അപ്പോൾ അത് അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ഞാനൊരു 2 സവാള അതാണ്ട് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചു. 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ 2 പച്ചമുളകും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഞാൻ എടുത്തു. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. പിന്നെ തേങ്ങാപ്പാൽ. ഇപ്പോൾ തേങ്ങാപ്പാൽ വീട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കുക. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇല്ല, വീട്ടിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിനും ബീട്രൂട്ടിനെ നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ട് ബീട്രൂട്ടിനെയും എന്താ പറയുക ഉരുളക്കിഴങ്ങിനെയും കൂടെ നന്നായിട്ട് ഞാൻ ഈ രീതിയിൽ ഉടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഒരു അടുപ്പിലൊരു പാൻ വെച്ചു. നമുക്കിനി ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഞാൻ എടുത്ത് വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാളയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ സവാളയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം വഴറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കുക. അപ്പോൾ ഇത് 3 ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, ഈ വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനം ആയതുകൊണ്ട് കേട്ടോ ഞാനിതിങ്ങനെ ഇച്ചിരി കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറത്തക്ക രീതി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് പൊടിവകളൊക്കെ ഇടുക കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി 1.5 സ്പൂൺ, മുളക് പൊടി 2 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്. അപ്പോൾ ഇത്രയും ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. കാരണം വഴറ്റിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ഈ പൊടിവകളുടെയൊക്കെ ഒരു പച്ച മണം മാറണമല്ലോ. ഞാൻ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന അതായത് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഞാനിത് എനിക്കിങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് എടുത്തിട്ടിട്ട് വരാം കേട്ടോ. ഞാൻ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഈ മസാലയായിട്ട് ചേർത്തിട്ട് പാല് പിഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറക്റ്റായിട്ട് വെക്കുന്നവർ ഇതിനകത്തേക്ക് 2-ാം പാൽ എടുത്തങ്ങ് ഒഴിക്കുക കേട്ടോ. 2-ാം പാൽ ഒഴിച്ച് കുറച്ച് വെന്തതിന് ശേഷം ഒന്ന് ചാറൊക്കെ കുറുകി കഴിഞ്ഞിട്ട് 1-ാം പാലും കൂടെ ചേർത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഞാൻ പാലങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഓർത്തുകൊള്ളുക, പാൽ 1-2 പാലെടുത്ത് വെച്ചിരിക്കുന്നവർ ഇതിനകത്തേക്ക് 2-ാം പാൽ ചേർക്കുക. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ മാത്രം 1-ാം പാലും കറിവേപ്പിലയും ചേർക്കുക. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പാല് ഞാൻ കൊണ്ടുവരാം.
അപ്പോൾ അതേണ്ടേ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ പാലെടുത്തൊഴിക്കാൻ പോവാണ്. ഞാനത് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് ഇതൊന്ന് ഇളക്കട്ടെ. കുറച്ച് വീതം ഇട്ട് ഇളക്കാം. അപ്പോഴേ ഒരു കാര്യം, ഇതുവരെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിടട്ടെ. ഉപ്പിടുന്ന കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. അത് വഴറ്റുമ്പോൾ തന്നെ ഉപ്പിടേണ്ടതാ ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇപ്പോഴാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഇത് പോരാ. അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ഇച്ചിരി കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ തിളയ്ക്കുന്നില്ല, ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തിളയ്ക്കാതെ തന്നെ ഞാനിത് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഇപ്പം വീട്ടിൽ തന്നെ പാലൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടാം പാൽ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മതി. ആദ്യത്തെ പാല് ഒഴിച്ചിട്ട് കുറുക്കി എഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് വേണ്ട ഇപ്പം അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ എന്നിട്ട് ഇതിനകത്തേക്ക് ഞാനിനി ഒരു ലേശം കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ചാറൊന്നും എടുക്കുന്നില്ല ഇതിനകത്തിപ്പോൾ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കുറുക്കി എടുക്കുക. അപ്പോൾ ഞാനകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടെ. കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് ഇച്ചിരി നേരം ഞാനിതിനെ ഒന്ന് ഇളക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തേ. എനിക്കത് പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ച് ഇങ്ങനെ രീതിയിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിനും കൂടെ കഴിക്കാമല്ലോ. ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ചപ്പാത്തി അങ്ങനെ ഏത് കറിയുടെ കൂടെ ആയാലും, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം ബീട്രൂട്ട് മസാലക്കറി ഈ രീതിയിലാണ് വെക്കുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ബീട്രൂട്ട് മസാലക്കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും ടാറ്റ.